ചെകുത്താന്മാരുടെ നാട്. അപ്പോൾ ഈ കനാലിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അടിപൊളി സംഭവമായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു രസമല്ല. പൊതുവെ പണി എടുക്കണതാ എസ്റ്റിമേറ്റ്. അത് എത്ര വട്ടം താരങ്ങി കഴിഞ്ഞതാ? ഹോസ്റ്റി കഴിഞ്ഞാണോ? അടുത്ത പണിക്ക് അടുത്ത പണിക്കില്ലേ? അപ്പോൾ നമ്മൾ അവിടെയോട്ട് കേട്ടോ. ഇവിടുന്ന് കരടിക്കോടിക്ക് 10 കിലോമീറ്ററാണ്. അപ്പോൾ ഈ റോഡൊന്ന് നോക്കി നോക്കാം നിങ്ങൾ. ഇതേപോലെ തന്നെ അപ്പുറത്തെ ആ കടമ്പഴിപ്പുറം റോഡും ഇതേപോലെ തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് കൊല്ലിയാനിയാണ്. കൊല്ലിയാനി കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം വലതുവശത്ത് കാണുന്നത് കനാലാണ്. അപ്പോൾ രാവിലെ ഒരു ഓട്ടം കിട്ടി. നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് കടമ്പഴിപ്പുറം ഞാൻ കുറേ മുന്നേ പണ്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഈ കനാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. ഇപ്പോഴും അതിനേക്കാളും മോശം തന്നെയാണ്. ഇവിടെ കാടൊക്കെ ഭയങ്കര കാടാണ്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞത് ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി അല്ല. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഇപ്പോൾ ചെകുത്താൻ്റെ കൺട്രിയാണ്. ചെകുത്താന്മാരുടെ നാട്. അപ്പോൾ ഈ കനാലിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അടിപൊളി സംഭവമായിരുന്നു. ഇപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കാണാനൊരു രസമല്ല. പൊതുവെ കേരളം തന്നെ രസമല്ല. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ആ കാടൊക്കെ വെട്ടി ഒരു വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ല, സിനിമയ്ക്ക് വേണ്ടി എന്നല്ല, ഒരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കൂടി ഇവിടെ കിട്ടും. പക്ഷേ അതിന് ഇവിടുത്തെ ആൾക്കാർക്ക് സമയമല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊക്കെ അപ്പോൾ ഫോണിലാണ്, മൊബൈൽ ഫോണിലാണ്, ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ പോണ വഴിയിൽ ഒരു അമ്പലമുണ്ട്, കൊല്ലിയാനി ദുർഗാക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ തൊഴുകാറുണ്ടെന്നല്ല, നമ്മൾ ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വായനശാലയും ഒരു അംഗൻവാടി ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല അനുഭവങ്ങൾ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഭംഗിയുടെ കാര്യമൊക്കെ നിർത്താം. ഇപ്പോൾ ഈ റോഡ് ആദ്യം ഈ സൈഡ് ഈ കാണുന്നൊക്കെ ഭയങ്കര മോശമുള്ള റോഡായിരുന്നു. ഏകദേശം 2 വർഷം ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒന്നുകൂടി മോശമായി. കാരണം റീടാറിങ് കഴിഞ്ഞ ഒരു റോഡാണിത്.
ഇത് എന്താ പറയുക, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അധികാരികൾ, റോഡിൻ്റെ ആൾക്കാർ എന്നല്ല, ഇവിടുത്തെ ആൾക്കാർക്കും ഇതിന് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് റോഡാണ്. വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല റോഡ് വേണം. ഈ നല്ല റോഡില്ലെങ്കിൽ നമ്മൾ ആരെയാണ് നമ്മൾ പറയുക? അപ്പോൾ ഇതിക്കടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ രാവിലെ വൈകുന്നേരവും ബസ്സുകൾ പോകാറുണ്ട്. എല്ലാ തരത്തിലുള്ള വണ്ടികളും പോകാറുണ്ട്. അപ്പോൾ ആ റോഡൊക്കെ ഒന്ന് ശരിയായി കൊടുക്കണ്ടേ? അപ്പോൾ അതാ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയൊക്കെയാണ് ശരിക്ക് ഡ്രൈവിങ് പഠിക്കാൻ പറ്റിയ ഏരിയ. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ക്ലച്ചിൻ്റെ, ഗിയറിൻ്റെ, ആക്സിലേറ്ററിൻ്റെ, സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെയാണ് ഈ ഇതുപോലുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് നമുക്ക് കൂടുതൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അല്ലാതെ നിങ്ങൾ വലിയ മെയിൻ റോഡ് കൂടെ ഓടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര തന്നെ നമുക്ക് അതിൻ്റേത് ഒരു അനുഭവം കിട്ടുള്ളൂ. ഇവിടെയൊക്കെ ശരിക്ക് ടാറിങ് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് വശവും റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ റബ്ബർ തോട്ടം ഈ മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾ വീണിട്ട് അങ്ങനെ റോഡിൻ്റെ നിലവാരം, നല്ല റോഡാണെങ്കിൽ പിന്നെ വെള്ളത്തുള്ളി വന്ന് വീണാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ നിലവാരമില്ലാത്ത, അതായത് അവനവൻ്റെ പോക്കറ്റിക്ക് കാശ് ഇടുന്ന രീതിയിലുള്ള ടാറിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളെ വിരലും പോക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞേ, ഇപ്പോൾ നമ്മുടെ കേരളം എവിടേക്കാണ് പോകണമെന്ന് അറിയാത്തത്. കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഈ സർക്കാർ എവിടെ കൊണ്ട് എത്തിക്കും? സർക്കാരിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, എന്തറിയോ? എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ പോക്കറ്റിക്ക് പൈസ വരണമെന്ന്. അല്ലാതെ ജനങ്ങളെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ കൊടുക്കാനും സർക്കാരിന് കഴിയണില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് റോഡ്. കാരണം ലോകത്തിലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയെന്നിപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ റോഡ് അളക്കാൻ വന്ന ആൾക്കാരാണ് തോന്നുന്നുണ്ട്. അത് ചോദിച്ചു നോക്കാം. റോഡ് പണി എടുക്കണതാ? എസ്റ്റിമേറ്റ്. ഇത് എത്ര വട്ടം ടാറിങ് കഴിഞ്ഞതാ? ഒത്തി കഴിഞ്ഞാണോ? അടുത്ത പണിക്കല്ലേ? MLA-യുടെ. അപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുകയാണ് എത്ര പേര്. അപ്പോൾ MLA-യുടെ ഒരു ഫണ്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് റോഡ് അളക്കുകയാണ്. നല്ല റോഡായതുകൊണ്ട് അപ്പോൾ നമ്മൾ അവരെടുത്ത് ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏകദേശം
ഏകദേശം ഒരു 2-3 വർഷം കൊണ്ട് ഈ റോഡ് ശരിയാവും. അത് ഞാൻ പറയുന്ന കേട്ടോ, അവർ പറഞ്ഞതല്ല. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്താ പറയുക, പനനല്ലൂർ മേലാറ്റൂർ റോഡ് എത്ര കാലമായി? ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ചെർക്കിപ്പടി റോഡ് എത്ര കാലമായി? അപ്പോൾ ഇതിന്നൊക്കെ ഒരു മാറ്റം വരാൻ നമ്മൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തന്നെ വേണം. നമുക്ക് ഈ അധികാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് കടമ്പഴിപ്പുറം റോഡുണ്ട്, ഇടതുവശത്തേക്ക് കാണാം. ഇതവിടെ മണ്ണാർക്കാട് കല്ലടിക്കോട് എന്ന് റോഡുണ്ട്. അപ്പോൾ ഇതുവരെ അടിപൊളി റോഡാണ്, കടമ്പഴിപ്പുറം വരെ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇടതുവശത്തേക്ക്. പിന്നെ കല്ലടിക്കോട് റോഡ് അടിപൊളി റോഡാണ്, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കല്ലടിക്കോട് റോഡിൻ്റെ അങ്ങോട്ടാണ് കയറുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് റോഡൊന്ന് നോക്കി നോക്കി നിങ്ങൾ, അടിപൊളി റോഡല്ലേ. ഇത് നേരെ കല്ലടിക്കോട് ഭാഗത്തേക്ക് എത്താം. അപ്പോൾ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് നേരെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കല്ലടിക്കോടേക്ക് 10 കിലോമീറ്ററാണ്. അപ്പോൾ ഈ റോഡൊന്ന് നോക്കി നോക്കാം നിങ്ങൾ. ഇതേപോലെ തന്നെ അപ്പുറത്തെ ആ കടമ്പഴിപ്പുറം റോഡും ഇതേപോലെ തന്നെയാണ്, അടിപൊളി. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആ റോഡ് പോലെ ഇനി ഈ റോഡും വരും. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വഴിക്കിടയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നല്ല, കുറേ മുന്നേ, കഴിഞ്ഞ 2 വർഷം മുന്നേയൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തതാണ്. അന്നൊക്കെ ഈ റോഡ് ഇതിനേക്കാളും മോശമായിരുന്നു. ഇവിടെ ഒക്കെ ഈ എന്താ പറയുക, ചെറിയ ചെറിയ കുഴികളും കുണ്ടും ഉള്ളിടത്ത് മാത്രമാണ് ടാറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ നിലവാരമല്ല. അപ്പോൾ ഇതാണ് കൊളക്കാട്ടുകുറിശി ജംഗ്ഷൻ, നമ്മളിപ്പോൾ കടന്നു പോന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു പണി എടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ പണി എടുപ്പിക്കില്ല, പണിക്കാരെ കൊണ്ട് എടുപ്പിക്കില്ല കോൺട്രാക്ടർമാർ. കാരണം കുറച്ച് മാത്രമാണ് ഇവർ കൊടുക്കുള്ളൂ, ടാറിങ് ചെയ്യുള്ളൂ. അപ്പോൾ വലിയ വാഹനങ്ങൾ, കണ്ടെയ്നർ പോലെ വലിയ വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ പിന്നെ ഈ കുണ്ട് ഇട്ട ഭാഗങ്ങൾ, ടാറിട്ട ഭാഗങ്ങൾ അടന്നു പോരും, അല്ലെങ്കിൽ താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ 2 വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ റോഡില്ല അവിടെ. അപ്പോൾ പിന്നെ മൊത്തം കുഴിയായി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ഒരു പിന്നെ ഇവിടുത്തെ കാര്യം പറയാം. വളരെ എന്താ പറയുക, വളരെ മോശം. അപ്പം നമ്മുടെ മുന്നിലൊരു മയില് പോകുന്നുണ്ട്. മയിലേ മയിലേ അത് ഇര തേടി പോവാണോ ഇനി ഇണയെ തേടി പോവാണോ എന്നറിയില്ല കേട്ടോ. എല്ലാവർക്കും പെണ്ണുങ്ങളുണ്ട് കേട്ടോ, അതായത് എല്ലാവർക്കും തുണുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണ് ഇവർക്ക് ഈ തുണേനെ കിട്ടുന്നത്? നമുക്ക് മാത്രം ഒരു തുണയില്ല, ഒരു ഇണയില്ലാറില്ലേ. എന്താ ചെയ്യുക, നമ്മുടെ വിധിയാവും. അപ്പോൾ ഇവിടെയൊക്കെ ഈ കാണുന്നൊക്കെ എന്താ റീടാറിങ് കഴിഞ്ഞൊരു റോഡാണ്, കടമ്പഴിപ്പുറം മണ്ണാർക്കാട് റോഡ്. അപ്പോൾ ഈ ഇവിടെയൊക്കെ വളരെ മോശമാണ്. ഇനി ഞാൻ പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ അത് അവിടുന്ന് ഒരു കാറ് കയറി വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനേക്കാട്ടിലും മോശമായിരുന്നു ഇവിടെ ഈ റോഡ്. ഇപ്പോൾ ഒരു റീടാറിങ് കഴിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ വലിയ വാഹനങ്ങൾക്ക്, ബസ്സായാലും ലോറി ആയാലും, ഇതെവിടെ കുണ്ടും കൂടി നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഹമ്പ് പോലെയാണ്.
അതുക്കടെ എങ്ങനെയാണ് വണ്ടികൾ കയറി പോവുക എന്നൊക്കെ അറിയാത്തത്. അല്ല ഇറങ്ങി വരുമ്പോൾ കുഴപ്പമില്ല, കയറി പോകുമ്പോഴാണ്. ഇപ്പോൾ ഒരു ബസ് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അത് ഇറങ്ങി വരും കൊണ്ട് എന്താ പറയുക കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാരെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ കയറുമ്പോൾ പോലെയല്ല ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈ ഇവിടുത്തെ ഈ സർക്കാരിൻ്റെ ആൾക്കാർ, റോഡിൻ്റെ ഒരുപാട് ആൾക്കാർ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. റോഡിൻ്റെ എഞ്ചിനീയർമാരായിട്ടുള്ള ആൾക്കാർ ഇതെവിടെയൊക്കെ കണ്ടോ പോലെ എന്താ പറയുക, കുണ്ടും കുഴി എന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലുമാണ് പറയാൻ പറ്റുള്ളൂ. എൻ്റെ പൊള്ളി. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കാറുകളുടെ ബൈക്കിൻ്റെയും കാര്യം പോട്ടെ, ഒരു പെട്ടെന്നൊരു ആംബുലൻസിൻ്റെ അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാകും പോവാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ്. നല്ല റോഡുകൾ നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാവാൻ കമ്മിയാണ്, ചുരുക്കമാണ്. അപ്പോൾ ഇനി ഞാൻ ഒരാളെ പറ്റി അതായത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ റോഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ശരിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് പിന്നെ അങ്ങനത്തെ ഒരു പദവി? പോയിട്ട് എവിടെയെങ്കിലും വല്ല വാഴയ്ക്ക് വളം ഇട്ടുകൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് പോയിട്ട് ഉള്ളിക്ക് പോയിക്കൂടെ? ഉള്ളിക്ക് തൂറാൻ പോകാറ്, അങ്ങനെ തന്നെ പറയാം. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല, ഒന്നിനും കഴിയില്ല. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരെ ഒന്ന് നിർത്തിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. കേരളത്തിൻ്റെ വാക്കട റോഡാണ്, വാക്കട തുമ്പക്കണ്ണി അയ്യപ്പൻകാവ് മണ്ണാർക്കാട്. വളരെ വളരെ എന്താ പറയുക, ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ സമ്മതിക്കണം ശരിക്കും പറഞ്ഞു. കാരണം എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ റോഡിൽ വണ്ടി കൊണ്ട് പോകണമെന്ന് അറിയാത്തത്. അപ്പോൾ ഇതാണ് പ്രതികരണശേഷി ഇല്ല എന്ന് പറഞ്ഞത്. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയിട്ട് നമ്മുടെ മലയാളികൾ പോയിട്ട് ഇടപെടും. ആവശ്യമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വാർത്തകളിലൊക്കെ കാണുന്ന പോലെ മലയാളിക്ക് വേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവർ റോഡിൻ്റെ കാര്യത്തിൽ ഇവർക്ക് സംസാരിക്കാൻ വയ്യ, ചോദ്യം ചെയ്യാനും വയ്യ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഈ ആൾക്കാർക്ക് പേടിയില്ലാതെ വേണം. അപ്പോൾ പിന്നെ അവർ ആ തെറ്റ് പിന്നെയും ചെയ്യും. അപ്പോൾ പിന്നെ ആ ജനങ്ങൾ അതും ഉണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ഈ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്ക് മനസമാധാനം ഇല്ലാതെയാവുക. ഉറങ്ങാൻ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമാധാനം ഉണ്ടാവുമോ? എന്നാൽ അധികാരികൾക്ക് ഒരു കുഴപ്പമില്ല, അവർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നന്നായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അവർ അമേരിക്കയിൽ പോണു, യൂറോപ്പിൽ പോണു, എല്ലായിടത്തും അവർ പോകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്കും അറിയാനുള്ള അധികാരമുണ്ട്. എന്തിന് പോണു? ജനങ്ങളെ കാശും കൊണ്ട്. അപ്പോൾ ഇതാണ് അതാരും ചോദിക്കില്ലേ, അതാരും പറയൂല, അത് മൂടി വയ്ക്കും. ഞങ്ങൾക്ക് അറിയണ്ട, അവരെന്താ ആയിക്കോട്ടെ എന്നുള്ളത്. കലികാലം എന്നല്ല, വേറെന്തൊരു കാലം ഇതിന് പറയാം.